ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം യാസറിൻ്റെ മാസ്റ്റർ യാസർ എനിക്ക് എന്തോ ഒരു പ്രോത്സാഹന സമ്മാനമോ മെഡലോ ട്രോഫിയോ ബൊക്കയോ മഡലോ എന്തൊക്കെയോ തരാമെന്ന് പറഞ്ഞൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, യാസറിന് എൻ്റെ ഇൻസ്റ്റഗ്രാം അറിയാമല്ലോ, ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ടിൻ്റെ നെയിം അറിയാമല്ലോ. അപ്പം അതിലേക്കൊരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ അഡ്രസ്സൊക്കെ അയച്ചു തരാം. അപ്പം എന്താണ് തരാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തരിക, ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് യാസറെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം യാസർ പറയുന്നുണ്ട്, ഞാൻ യാസറിൻ്റെ കുറേ വീഡിയോസ് എടുത്ത് ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. കുറേ വീഡിയോസ് ഒന്ന് യാസറൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ എത്ര വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. യാസറിൻ്റെ 2 വീഡിയോ മാത്രമേ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് കാണുന്ന ആൾക്കാർക്കും അറിയാം, അത് എന്തുകൊണ്ടാണെന്നും കാണുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പം അതിൽ 2 വീഡിയോസിനകത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരു വീഡിയോ ഡമ്പലുമായിട്ട് ബന്ധപ്പെട്ട് ബൈസെപ്സ് സ്കെയിൽ ചെയ്യുന്ന ഒരു 50 kg ഡമ്പൽ എന്ന് പറഞ്ഞ് പറ്റിച്ച് ഒരു 50 LBS ഡമ്പലെടുത്ത് ബൈസെപ്സ് സ്കെയിൽ ചെയ്യുന്നൊരു വീഡിയോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വീഡിയോ ഉണ്ട്, ആദ്യത്തെ വീഡിയോ സൽമാനെ വെച്ചിട്ട് വെല്ലുവിളിക്കുന്നൊരു വീഡിയോ. 2 മാസം കൊണ്ട് നാച്ചുറലായിട്ട് സൽമാൻ്റെ ബോഡി ബിൽഡ് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചൊരു വീഡിയോ. അപ്പം അതിന് ഞാൻ റിയാക്ട് ചെയ്തു. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ട്രെയിനറാണ് യാസർ എന്ന് ചോദിച്ചു. 2 മാസം കൊണ്ട് സ്റ്റിറോയിഡ് എടുക്കുന്ന ഒരാൾക്ക് പോലും, അല്ലെങ്കിൽ ഒരു മെമ്മറി പവർ മസിൽ മെമ്മറി ഉള്ള ഒരാൾക്ക് പോലും മസിൽ മെമ്മറി ഉള്ള ആൾക്ക് പോലും 2 മാസം കൊണ്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. നല്ലൊരു ബോഡി ബിൽഡ് ചെയ്ത് 2 മാസം കൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്ത് കണ്ടിട്ടാണ് 2 മാസം എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. 2 മാസത്തിൽ ആ ഒരു കാരണം യാസർ പബ്ലിക്കിൽ വന്ന് വെല്ലുവിളിച്ചപ്പോഴത്തേക്ക് ഓക്കെ, 2 മാസം കൊണ്ട് അത് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഈ ജിമ്മിൽ ട്രെയിനറാന്ന് പറഞ്ഞ് അവിടെ എവിടെയും പോയി ട്രെയിനിങ് ചെയ്തിട്ടുള്ള നമ്മളൊക്കെ പൊട്ടന്മാരാണല്ലോ. ഇപ്പോൾ യാസർ തന്നെ പറഞ്ഞിട്ടുണ്ട്, യാസർ പറയുന്നത് എൻ്റെ കുറേ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയുന്നത് എന്താന്ന് പോലും എനിക്ക് അറിയാതെയാണ് ഞാൻ റിയാക്ട് ചെയ്തതെന്നാണ് യാസർ ഉദ്ദേശിച്ചത്. യാസർ എന്താണ് ആ വീഡിയോസൊക്കെ കൊണ്ട് യാസർ ഉദ്ദേശിച്ചത്? ഓക്കെ, എനിക്കറിയത്തില്ല. ഞാൻ റിയാക്ട് ചെയ്തത് അറിയാതെയാണ്. എനിക്ക് പോലും അറിയാത്ത സംഭവങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വീഡിയോയിൽ. ഓക്കെ, അങ്ങനെ ഞാൻ ധരിച്ചു. പക്ഷേ യാസർ എന്താണ് പറഞ്ഞത്? യാസർ എന്താണ് പബ്ലിക്കിൽ വന്ന് സംസാരിച്ചത്? 2 മാസം കൊണ്ട് ബോഡി ബിൽഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? 50 kg ഡമ്പൽ എടുത്ത് വെച്ച് 50 LBS ഡമ്പൽ എടുത്ത് വെച്ച് 50 kg ബൈസെപ്സ് സ്കെയിൽ ചെയ്യുമെന്ന് പറഞ്ഞു പറ്റിച്ചില്ലേ? അങ്ങനെ എന്തൊക്കെ പല കാര്യങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും യാഥാർത്ഥ്യമാക്കി കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ. വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് വെല്ലുവിളിക്കുക, അത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്നെയും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ട്രോഫിയൊക്കെ വന്ന് എടുത്ത് കാണിക്കുക. ട്രോഫി യാസറെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ട്രോഫിയോ അല്ലെങ്കിൽ മെഡലോ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സർട്ടിഫിക്കറ്റോ വീഡിയോയുടെ മുമ്പിൽ കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആവത്തില്ല, അല്ലേ എനിക്ക് എല്ലാ നോളജും ഉള്ളൊരു ട്രെയിനർ ആവത്തില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ഈ പറഞ്ഞ കോമ്പറ്റീഷൻ ഇറങ്ങി മെഡൽ കിട്ടുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്ന ഒരാൾക്കോ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. നോളജ് വേറെ, പ്രാക്ടിക്കൽ വേറെ, അപ്പം തിയറി വേറെ. ഇതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യാസർ പറയുന്നുണ്ട്, എന്താണ്, ഞാൻ കുറേ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്തു, എന്തറിഞ്ഞിട്ടൊക്കെയാണ് റിയാക്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതുപോലാണ്. അപ്പം യാസർ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്കും ചോദിക്കാം, യാസർ അരുണിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അരുണ് ജനങ്ങളെ പൊട്ടന്മാരാക്കി സംസാരിച്ചുകൊണ്ടാണ് അതിനെതിരെ റിയാക്ഷൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചാനൽ വീഡിയോസിൻ്റെ മുമ്പിൽ വന്നിട്ട് വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ അവിടെ എന്താ ചെയ്തത്? നീ 2 മാസം കൊണ്ട് സൽമാൻ്റെ ബോഡി ബിൽഡ് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അവിടെ റിയാക്ട് ചെയ്തു.
നീ നീയും അവിടെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ നീ ശ്രമിച്ചപ്പോഴത്തേക്ക് ഞാൻ അവിടെ റിയാക്ട് ചെയ്തു. അതാണ് ഞാൻ അവിടെ ചെയ്തത്. പിന്നെ ഡംബിൾക്കൽ അടിക്കുന്ന 50 ജിമ്മിൽ പോലും ഒന്നാമത്തെ കാര്യം ഈ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് ഇപ്പം അരുണിൻ്റെ ആയിക്കോട്ടെ, യാസറിൻ്റെ ആയിക്കോട്ടെ, എൻ്റെ ആയിക്കോട്ടെ, വീഡിയോയുടെ മുമ്പിൽ വന്ന് കമൻ്റ് ഇടുന്ന പല ആൾക്കാരും ജിമ്മിൻ്റെ പടി പോലും കയറാത്ത ആൾക്കാരാണ്. പല ആൾക്കാരും ഞാൻ വ്യക്തികളെ നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യല്ലേ. ആരാണോ പറയുന്നതിൽ ന്യായം, ആരാണോ പറയുന്നതിൽ വാസ്തവം, അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അത് നോക്കിയിട്ട് മാത്രം അവരെ വിമർശിച്ച് അവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് വാസ്തവം അവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവം ഇല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് വിമർശിക്കാം. അതാണ് വേണ്ടത്. ഇത് സത്യം അറിയാതെ അവിടെ എവിടെയും പോയി കുറേ പേര് വലിച്ചു വാരി ജിമ്മിൻ്റെ പടി പോലും കാണാത്ത ആൾക്കാർ ചുമ്മാ ചെന്നിട്ട് അവിടെ എവിടെയും ചെന്ന് കമൻ്റ് ഇടുന്നുണ്ട്. ആ യാസർ എടുത്ത് പൊക്കിയ ഡംബൽ 50 kg അല്ലെന്ന് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ആണോ അല്ലയോ? ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് ജിമ്മിൻ്റെ പടി പോലും കാണാത്ത ആൾക്കാർ അവിടെ കുത്തിയിരുന്ന് കമൻ്റ് ഇടത്തേ ഉള്ളൂ. അവർക്ക് അറിയത്തില്ല 50 kg ഡംബൽ ഏതാ, 50 kg ബാർ ഏതാ, 50 kg പ്ലേറ്റ് ഏതാ, അല്ലെങ്കിൽ മെഷീനറിയുടെ പേരേതാ, അവർക്കൊന്നും അറിയത്തില്ല. വീഡിയോ കാണുന്ന ചുമ്മാ അവർക്ക് വായി തോന്നിയ രീതിയിൽ കമൻ്റ് ഇടുന്നു. അങ്ങനെയാണ് അവർ ചെയ്തു പോകുന്നത്. യാസറിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു യാസറിൻ്റെ വീഡിയോയുടെ പകുതി കമൻറ്റും പകുതി പേരും അങ്ങനെയാണ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കൂട്ടം ആൾക്കാർ അരുണിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അരുണ് പറയുന്ന കുറേ കാര്യങ്ങളിൽ ഇപ്പം അരുണ് ഫിറ്റ്നസിനെ പറ്റിയിട്ടല്ല ഒരുപാട് ലോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരാണ് ഈ യാസറിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് യാസറിനെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുന്നത്. അങ്ങനെ കുറേ ആൾക്കാരാണ്. അല്ലാത്തൊരു അരുണിനെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുന്നുണ്ട്. ഇപ്പം യാസർ പറഞ്ഞല്ലോ ഞാൻ കുറേ വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നു. കുറേ വീഡിയോസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ അരുണിനെ റിയാക്ഷൻ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ, അരുണിനെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, 2000 ഫോളോവേഴ്സ് അപ്പോഴേ ഉണ്ടായിരുന്നു. പക്ഷേ യാസർ അരുണിനെ റിയാക്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് യാസറിന് ഒരു 1000 സബ് പോലും, ഒരു 500 സബ് പോലും ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരുണിനെ എഗൻസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ കാണുമല്ലോ, അവരെല്ലാം കൂടെ യാസറിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവർ തമ്മിലുള്ള കുറേ കോൺവെർസേഷനും കാര്യങ്ങളുണ്ടല്ലോ, അതെന്താവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അരുണിൻ്റെ കുറേ ആൾക്കാർ ചെന്നിട്ട് യാസറിനെ ഫോളോ ചെയ്ത്. അപ്പം അങ്ങനെ യാസറിന് കുറേ റീച്ച് കിട്ടി. പിന്നെ തൊട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി, യാസറിൻ്റെ 3-4 വീഡിയോസ് കഴിഞ്ഞിട്ട് ഫുള്ള് അരുണിൻ്റെ കണ്ടൻ്റാണ് ഫുള്ള് പോകുന്നത്. നാച്ചുറൽ സ്ക്വാഡിനെതിരെയുള്ള വീഡിയോ ആണ് ഫുള്ള്, വേറൊരു കണ്ടൻറ്റും ഇല്ല. പക്ഷെ ഞാൻ അരുണിന് ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2000 പുറത്ത് ഏകദേശം 2100-200 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ എത്ര വീഡിയോസ് നാച്ചുറൽ സ്ക്വാഡിനെതിരെ ഇട്ടു, എത്ര വീഡിയോസ് നിനക്കെതിരെ ഇട്ടു, യാസറിനെതിരെ ഇട്ടു. ഞാൻ എന്നാൽ എനിക്ക് അതിൽ നിന്നൊന്നും ഒരു സബും കയറുന്നില്ല. തുച്ഛമായിട്ടുള്ള 5, 6, 7 സബ് ഫോളോവേഴ്സ് മാത്രമേ കയറുന്നുള്ളൂ. ഞാൻ കുറേ ഷോർട്സ് വീഡിയോസിലൂടെയും അതുപോലെ മറ്റുള്ള വീഡിയോസിലൂടെയും ഇട്ടിട്ടാണ് എനിക്ക് ഫോളോവേഴ്സ് കയറിയത്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യാസർ ഈ പറയുന്ന പോലെ യാസറിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യാസർ ചുമ്മാ വന്നിട്ട് ഒരു ഫിറ്റ്നസ് ട്രെയിനറാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതിൽ വല്ല അറിവ് വേണം, അറിവുണ്ടായിട്ടേ കാര്യമുള്ളൂ. ചുമ്മാ ഒന്ന് വിളിച്ച് ഇപ്പം യാസറെ നീ അരുണിനെതിരെ സംസാരിച്ചുള്ളൂ, അരുണ് പറയുന്നതെല്ലാം പൊട്ടത്തര എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിനെ വിമർശിച്ച് വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നില്ലേ? നീ പറയുന്നതിൽ വാസ്തവം ഇല്ലാത്തതുകൊണ്ട്, നീ പറയുന്നത് പൊട്ടത്തരം ആയതുകൊണ്ട് മാത്രമാണ് നിനക്കെതിരെ ഞാൻ 1-2 വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തത് കേട്ടോ. അതിലൊരു വീഡിയോ നീ എന്നെ വെല്ലുവിളിച്ചിട്ട് വരെ ഉണ്ട്, ട്രോഫിയും സമ്മാനവും പൂമാലയും എന്തൊക്കെയോ കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ട്രോഫി കാണിച്ചെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിച്ചെന്ന് പറഞ്ഞിട്ടോ ഞാൻ അവിടെ ഒരു എക്സ്പേർട്ട് ആളാവത്തില്ല. ഇതെല്ലാം നീ കാണിച്ചല്ലോ, കാണിച്ചിട്ട് നീ എന്താ കാണിക്കുന്നത്? നീ എന്താണ് ചാനലിന് മുമ്പിൽ ഒന്ന് കാണിക്കുന്നത്? വീഡിയോയുടെ മുമ്പിൽ എന്താണ് ഒന്ന് കാണിക്കുന്നത്? ഇപ്പം തന്നെ സൽമാൻ ഇപ്പം തന്നെ അരുണ് പറഞ്ഞിട്ടുണ്ട്, ഇനി ചലഞ്ച് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നീ വെറുതെ അരുണിനെ കൊണ്ടുവന്നിട്ട് ഇനി ചലഞ്ച് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല യാസറെ. ഞാനും അക്സെപ്റ്റ് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം, നീ ഹെൽത്തിന് ഈ പറഞ്ഞ പോലെ സൽമാൻ്റെ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക. ഈ 2 മാസത്തെ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മറ്റുള്ളവരും കൂടെ ഹെൽത്തിനും കൂടെ പ്രയോറിറ്റി കൊടുക്കണം. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചലഞ്ച് വെച്ചിട്ട് ലാസ്റ്റ് ആ സൽമാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം ആര് പറയും?
നീയും പറയണം, ഞാനും പറയണം, അരുണും പറയണം, നമ്മളെല്ലാവരും കൂടെ പറയണം. 2 മാസം കൊണ്ട് ബോഡി ബിൽഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളിച്ച കാര്യമൊന്നുമല്ല. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഹാർഡ് വർക്ക് ഉണ്ട്, കുറേ സ്ട്രെയിൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 2 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസും കാര്യങ്ങളും പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ ഉത്തരവാദിത്തം ആരെടുക്കും? അപ്പോൾ നീ പറയുന്ന പോലെ ഈ വീഡിയോസിൻ്റെ മുമ്പിൽ വന്നിരുന്ന് വെല്ലുവിളിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കാരണം ഇനി ഞാൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ മുമ്പോട്ട് വരത്തില്ല. ചുമ്മാ കാരണം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് സംസാരിക്കുക, അതാണ് വേണ്ടത്. പിന്നെ ഈ ലാസ്റ്റ് വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അരുണിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു വീഡിയോ, കലോറിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കലോറി സിദ്ധാന്തമൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കലോറിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഭൂലോക മണ്ടത്തരമാണ് പറയുന്നത്, ഭൂലോക മണ്ടത്തരമാണ്. ഇപ്പോൾ നമ്മൾ ഒരാൾ ഒരു ദിവസം 1 മീൽ കഴിക്കുന്നവരായിക്കോട്ടെ, 9 മീൽ കഴിക്കുന്നവരായിക്കോട്ടെ, അത് കഴിക്കുന്നത് അവരെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചും അവരെ ഗോളും, അവർക്ക് എന്ത് ഗോളാണോ അവർക്ക് വേണ്ടത് അതനുസരിച്ചിരിക്കും അവരെടുക്കുന്ന ന്യൂട്രിയൻസ്, അവരെടുക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻസിൻ്റെ അളവുകൾ അതൊക്കെ വെച്ചിരിക്കും. 1 നേരം കഴിച്ചാലും 9 നേരം കഴിച്ചാലും അതെല്ലാം നോക്കിയിട്ട് വേണം കഴിക്കാൻ. ചുമ്മാ അവിടെ ഇവിടെയും കേട്ടിട്ട് 1 നേരം 9 നേരമോ കഴിക്കാൻ നിൽക്കില്ലേ. 1 നേരവും കഴിക്കുന്നതും ഗുണമുണ്ട് ദോഷമുണ്ട്, 9 നേരം കഴിക്കുന്നതും ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ അതിനകത്ത് കലോറിയുടെ കാര്യം പറയുന്നുണ്ട്, ഒരുപാട് അതിലും പറയുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ അതൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. ഇനി അത് ഞാൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത് മണ്ടത്തരമാണെന്ന് നീ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഇപ്പോൾ ഫിഷിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫിഷ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഫിഷ് ഉണ്ട്. മുട്ടയെന്ന് പറഞ്ഞാൽ പല വലിപ്പത്തിലുള്ള മുട്ടകളുണ്ട്. ഇതിനകത്തൊന്നും വരുന്ന കലോറി ഒരു കലോറി അല്ല, പല വ്യത്യാസത്തിലുള്ള കലോറിയാണ്. ചിക്കൻ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കലോറി മാറും, അതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കലോറി മാറും. അതുപോലെ മുട്ട ചെറിയ മുട്ടയുണ്ട്, വലിയ മുട്ടയുണ്ട്, പലതരത്തിലുള്ള മുട്ടയുണ്ട്. നിങ്ങൾക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള കലോറി, മീഡിയം മുട്ടയുണ്ട്, അതുപോലെ ലാർജ് മുട്ടയുണ്ട്, എക്സ്ട്രാ ലാർജ് മുട്ടയുണ്ട്. ഇതിനകത്ത് പലതിൻ്റെയും കലോറി വ്യത്യാസമുണ്ട്. മീൻ, സാൽമൺ, ടൂണ, അയില അങ്ങനെയുള്ള മീനുകളുണ്ട്. സാൽമണിനകത്താണ് ഏറ്റവും കൂടുതൽ കലോറി ഉള്ളത്. അപ്പോൾ ആ കലോറിയൊക്കെ പറഞ്ഞു അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അതുപോലെ അതിനകത്ത് കലോറി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഒറ്റ മീലിൽ 3000 പുറത്ത് കലോറി നമുക്ക് കിട്ടും. ഒരു നേരം കഴിക്കുന്ന മീല്, അതും കൂടെ മനസ്സിലാക്കും. അപ്പം ഇതെന്തോന്ന് ട്രെയിനറാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഒരു മീല് 3000 കലോറി കിട്ടുന്ന മീല് എല്ലാം കിട്ടുന്ന പ്രോട്ടീൻ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, ഹെൽത്തി ഫാറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം കിട്ടുന്ന ഒരു മീല് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, അല്ലാതെ ഞാൻ പറയത്തില്ല കേട്ടോ. അല്ലാതെ എനിക്ക് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പം നീ പറയുന്നത് കുറേ മണ്ടത്തരങ്ങളും, നീയും പറയുന്നത് കുറേ മിസ്റ്റേക്കുകളും മണ്ടത്തരങ്ങളും ആയതുകൊണ്ടാണ് ഞാൻ 1-2 റിയാക്ഷൻ വീഡിയോസും നിനക്കെതിരെ ചെയ്തത് കേട്ടോ. അതിൽ ഒരു വീഡിയോയിൽ എന്നെ നൈസായിട്ട് താങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അതിനെതിരെ ഞാൻ റിയാക്ട് ചെയ്തത്. ആ കൊലയും പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു വീഡിയോസ് എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് ഈ പറഞ്ഞിട്ടുള്ള 2 മാസത്തെ ട്രാൻസ്ഫോർമേഷൻ, നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ 1 കൊല്ലം 2 കൊല്ലം കൺസിസ്റ്റൻസി ആയിട്ടും അതുപോലെ കഷ്ടപ്പെട്ടിട്ടും ജിമ്മിൽ ചെന്ന് അത്രയും ഡയറ്റ് ഫോളോ ചെയ്തിട്ട് പോലെ 2 കൊല്ലമായിട്ട് പോലും ആൾക്കാർക്ക് ബോഡി ബിൽഡ്, നല്ല മസിൽ പീക്കിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് 2 മാസം കൊണ്ട് ഒരാളെ ബോഡി ബിൽഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെ എനിക്ക് കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ദിവസമെങ്കിലും ജിമ്മിൽ പോയി കയറിയിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാഴ്ച വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും ആര് പറയുന്നതിലാണ് വാസ്തവങ്ങളുള്ളതെന്ന്, അല്ലെങ്കിൽ ആര് പറയുന്നതിലാണ് കുറച്ചെങ്കിലും സത്യമുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചുമ്മാ ഇതിനും വേണ്ടിയിട്ട് ചുമ്മാ വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കിടന്നിട്ട് ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? മണ്ടത്തരങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മണ്ടത്തരങ്ങൾ പറയുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊന്ന് ആലോചിക്കണം, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ. ഞാൻ സത്യമുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ റിയാക്ട് ചെയ്യത്തില്ല. കാരണം നാച്ചുറൽ സ്ക്വാഡ് അരുണിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ആദ്യമൊക്കെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1, 2, 3 ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അരുണ് പറയുന്നിട്ടുള്ള നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നതിൻ്റെ അതുണ്ടല്ലോ, അത് സത്യമാണ്. നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. സ്റ്റിറോയിഡ് എടുത്ത് ബോഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ റിസ്കുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരു പ്രൊഫഷണലായിട്ട് ഇതിലോട്ട് ഇറങ്ങുന്ന ഒരാൾ മാത്രമേ അത് ചിന്തിക്കാവൂ. അല്ലാതെ സാധാരണക്കാരായ ഈ ജിമ്മിൽ പോകുന്ന വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് അനിയന്മാരുണ്ട്. അവരെ ഹെൽത്ത് നശിപ്പിച്ച്
കളയാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് അവൻ അതിനെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, അതിന് ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 1 മീൽ എ ഡേയുടെ കാര്യം പറയുന്നുണ്ട്. 1 മീൽ എ ഡേ ഞാൻ അതിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 മീൽ എ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന്, നമ്മളെ ശരീരഭാരം കുറയ്ക്കുന്നതിനും അതുപോലെ ശരീരത്തിൻ്റെ ഇതുപോലെ ഗുണങ്ങൾക്കും, ശരീര ഗുണങ്ങൾക്കും നല്ലതാണ്, ദോഷത്തിനും നല്ലതാണ്. ഈ 1 മീൽ എ ഡേ എന്ന് പറയുന്നത് ഗുണവും ഉണ്ട് ദോഷമുണ്ട്. 1 മീൽ എ ഡേ എന്ന് പറയുന്നത് ഗുണവുമുണ്ട് ദോഷമുണ്ട്. ഒരു 24 മണിക്കൂറിൽ ഒരു മീൽ കഴിക്കുന്നതിൽ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഗുണമുണ്ട്, അതിൽ ഉൾപ്പെടുത്താതിരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടിട്ട് ദോഷമുണ്ട്. പിന്നെ ഈ പറയുന്നത് ഒരുപാട് നാളൊന്നും നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനും പറ്റത്തില്ല. ഈ 1 മീൽ എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഓരോരോ ബോഡി കണ്ടീഷൻ അനുസരിച്ചിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യാസർദ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കലോറി ഒരു ദിവസം 3, 4, 5 കഴിക്കണമെന്നൊക്കെ. അങ്ങനെയൊന്നും സാധാരണ നമ്മൾ നോർമലി ഇതൊന്നും നോക്കാതെ കഴിക്കുന്നതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് നമുക്കൊന്നും അറിയാത്തത്. കലോറി ഡെൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട കലോറി അത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ വെച്ചിരിക്കും. അതിനകത്ത് എല്ലാം ഉൾപ്പെടും. അവരെ സെക്സ്, ഏജ്, ഹൈറ്റ്, വെയിറ്റ്, അവരെ ഫിറ്റ്നസ് ഗോള്, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ എന്താണ് അവരെ ഫിറ്റ്നസ് ഗോള്, അതനുസരിച്ചായിരിക്കും അവരൊരു ദിവസം ഇൻടേക്ക് ചെയ്യുന്ന കലോറിയുടെ അളവും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് അവർ സെറ്റ് ചെയ്യുന്നത്. അല്ല ചുമ്മാ 5, 6 മീലും അല്ലെങ്കിൽ ഒരു മീലൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീലിനകത്ത് നമുക്ക് 3000 കലോറി കയറ്റാൻ പറ്റും, 3500 കലോറി കയറ്റാൻ പറ്റും. ഇപ്പോൾ ആരും ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ 200 ഗ്രാം കപ്പലണ്ടി കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൽ 1000 കലോറിയിൽ മേലെ പോകുന്നുണ്ട്. ശരിയാണ്, 200 ഗ്രാം കപ്പലണ്ടി ആകുമ്പം തന്നെ ഒരു 1000 കലോറി പോകുന്നുണ്ട്. അതുപോലെ ചിക്കൻ, ഒരു 300 ഗ്രാം ചിക്കൻ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എത്ര കലോറി പോകുന്നുണ്ട് നിങ്ങൾ പറ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ നോക്ക്. അവക്കാഡോ, 3 അവക്കാഡോ എടുത്തു കഴിഞ്ഞാൽ എത്ര കലോറി പോകുന്നുണ്ട്? രണ്ട് ലാർജ് മുട്ട, 2 വലിയ മുട്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുട്ടയ്ക്കും വ്യത്യാസങ്ങളുണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സ്ട്രാ ലാർജ് ഉണ്ട്. 2 എക്സ്ട്രാ ലാർജ് മുട്ടയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 200 കലോറി വെച്ച് നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം കൂട്ടി നോക്ക് എത്ര പോകുന്നു. 3000 കലോറി നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മീലിനകത്ത് ഇൻടേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊന്നും അറിയാതെ ചുമ്മാ വന്ന് വീഡിയോസിൻ്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള റിയാക്ഷനൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പം യാസർ അത് മനസ്സിലാക്കുക. അപ്പം ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ചിലപ്പം യാസർ ചോദിക്കും, ചിലപ്പം യാസറിന് ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇന്നലെ കുറേ സാമ്പാറിൻ്റെയും ചോറിൻ്റെയൊക്കെ കുറേ വീഡിയോ ഞാൻ കണ്ട്, അതിനകത്തൊക്കെ കുറേ കലോറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കലോറി എല്ലാം പൊട്ടത്തെറ്റാണ്. അതിനകത്ത് 1-2 കലോറി മാത്രമേ കറക്റ്റ് ആവുന്നുള്ളൂ, ബാക്കിയെല്ലാം പൊട്ടത്തെറ്റാണ്. ഫിഷിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫിഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള ഫിഷുകളുണ്ട്. അതിൽ ഏത് മീനാന്ന് പറഞ്ഞ ആൾക്കാർ സെലക്ട് ചെയ്യണം, കലോറി കൂട്ടാൻ കൊണ്ട് അതും കൂടെ പറഞ്ഞു കൊടുക്കണം, മുട്ടയുടെ കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ കപ്പും മെഡലൊക്കെ എന്തെങ്കിലും തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നോളി. യാസൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അറിയാമല്ലോ. ഞാനൊരു സുപ്രഭാതത്തിൽ യാസൻ്റെ ഒരു ലൈക്ക് കണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഒരു ഹായ് ഇട്ടാൽ മതി കേട്ടോ യാസു, ഒരു ഹായ് ഇട്ടാൽ മതി. ഞാൻ റിപ്ലൈ ഒരു ഹായ് തരുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ എനിക്ക് അയച്ചു തരുക, ഞാനത് കൈപ്പറ്റാൻ സന്തോഷപൂർവ്വം ഞാൻ കൈപ്പറ്റാം. അപ്പം പിന്നെ 1 മീൽ 3000 കലോറി കിട്ടുന്ന ഏത് മീലാടാ ഉള്ളത്, ഒരു നേരം കഴിക്കാൻ ഉള്ളടാ പൊട്ടാന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരം തരാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ ചുമ്മാ അവിടെ വന്നിട്ട് റിവീൽ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ സീക്രട്സുകളൊക്കെ ഒരുപാടുണ്ടല്ലോ, അതാരും റിവീൽ ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ ചാനലിലൂടെ ഞാൻ പല സീക്രട്സുകളും റിവീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ജിമ്മിൽ പോവുക, ബോഡി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ബോഡി സെറ്റാക്കുക, അതിനെ പറ്റിയിട്ടൊരു സീക്രട്സും പേഴ്സണൽ ട്രെയിനിങ് എടുക്കുക അതാരും വെളിപ്പെടുത്തത്തില്ല. പക്ഷേ ഞാൻ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഫിറ്റ്നസ്സിനോട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട്, ഈ ഒരു മേഖലയോട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നതും ചെയ്തിട്ടുള്ളതും കേട്ടോ. അപ്പം ഇനി ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് പിന്നെ കാണാം.